സ്റ്റുഡൻസ് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ്. ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇവാലുവേറ്റ് ദ ഫോളോവിങ്. ഈ താഴെ കൊടുത്തിരിക്കുന്നതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. എന്താണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത്? സൈൻ 60 ഡിഗ്രി കോസ് 30 ഡിഗ്രി പ്ലസ് സൈൻ 30 ഡിഗ്രി കോസ് 60 ഡിഗ്രി. മൊത്തം 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൈൻ 60 ഡിഗ്രിയുടെ വാല്യൂവും കോസ് 30 ഡിഗ്രിയുടെ വാല്യൂവും നമ്മൾ ഇൻറ്റു ചെയ്യുക. അതുപോലെ സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂവും കോസ് 60 ഡിഗ്രിയുടെ വാല്യൂവും നമ്മൾ ഇൻറ്റു ചെയ്യുക. എന്നിട്ട് ഈ ആൻസറിന് പ്ലസ് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സൈൻ 60 കോസ് 30 ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വാല്യൂ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്ത് കാണും. ബൈഹാർട്ട് ചെയ്തിട്ട് ഓർമ്മയിൽ നിൽക്കാത്തവർക്ക് അല്ലെങ്കിൽ മറന്നുപോയവർക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കത് കാണാതെ പഠിക്കണമെന്നില്ല. പഠിക്കാണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് സൈൻ 60 കോസ് 30 ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങളൊരു 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താ പേര് കൊടുക്കുക, ABC എന്ന് പേര് കൊടുക്കാം. ഇത് 90 ആകുമ്പം ഇതിന് ഞാൻ 60 കൊടുക്കുന്നു, ഇതിന് ഞാൻ 30 കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ 30 കൊടുത്ത് ഇവിടെ 60 കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് വേണ്ട ആംഗിള് 90 60 30, കാരണം ഇവിടെ 30 60 ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം 30 60 90 ഉള്ള ആംഗിള് ട്രയാങ്കിൾ വേണം നമ്മൾ വരയ്ക്കാൻ. 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. ഇതിന് ഓരോന്നിനും ഓരോ റേഷ്യോ ഉണ്ട്. അത് മാത്രം നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്യുക. 30 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. 60 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറയുന്നത് √3. 90 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മുടെ 30 ഡിഗ്രി ഇതായിരിക്കുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് അതിന്റെ റേഷ്യോ എഴുതേണ്ടത്. അപ്പൊ 30 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്. അപ്പൊ 30 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റിൽ 1 എന്ന് കൊടുക്കുക. 60 ഡിഗ്രിയുടെ റേഷ്യോ √3 ആണ്. 60 ഡിഗ്രി ഇതായിരിക്കുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ വേണം √3 കൊടുക്കുക. 90 ഡിഗ്രിയുടെ 2 ആണ്. 90 ഡിഗ്രി ഇതായിരിക്കുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ വേണം 2 കൊടുക്കാൻ. അപ്പൊ നമ്മൾ റേഷ്യോ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാം. സൈൻ 60 ആണ് വേണ്ടത്. സൈൻ 60 ഡിഗ്രി. സൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് സൈനിന്റെ റേഷ്യോ. ഓപ്പോസിറ്റ് സൈഡിന് ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് സൈൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ആരുടെ ഓപ്പോസിറ്റ്? 60യുടെ ഓപ്പോസിറ്റ്. 60ന്റെ ഓപ്പോസിറ്റിൽ ആരാണ്? √3 ബൈ ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ ഈ 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ വലിയ സൈഡാണ്. അപ്പൊ 2 ഈസ് ദ ഹൈപ്പോട്ടനസ്. 2 ഞാൻ ഇവിടെ കൊടുത്തു. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് √3/2. അപ്പൊ സൈൻ 60യുടെ വാല്യൂ എത്രയാണ്? √3/2. അപ്പൊ നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോബ്ലംസുകൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ സൈൻ 60 കണ്ടുപിടിച്ചു. ഇനി കോസ് 30 കണ്ടുപിടിക്കാം. കോസ് 30 ഡിഗ്രി ഇസിക്കൽ ടു, കോസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ്, ആരുടെ അഡ്ജസന്റ്? 30യുടെ അഡ്ജസന്റ്. 30 ഇതായിരിക്കണം. ഇതിന്റെ അഡ്ജസന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടനസ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ഇതാണ്. അപ്പൊ 30യുടെ അഡ്ജസന്റ് സൈഡ് എത്ര? √3 ബൈ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 2. അപ്പൊ അതായി. ഇനി അടുത്ത് എന്താണ്? സൈൻ 30 കണ്ടുപിടിക്കണം. സൈൻ 30 ഡിഗ്രി ഇസിക്കൽ ടു, സൈൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ആരുടെ ഓപ്പോസിറ്റ്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. അപ്പൊ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? 30യുടെ ഓപ്പോസിറ്റ് ദാ ഈ സൈഡാണ്. ഈ AB ആണ് 30യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കണം. അപ്പൊ 1 ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് ബൈ, പിന്നെന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് സൈൻ്റെ റേഷ്യോ. അപ്പൊ ഹൈപ്പോട്ടനസ് എത്രയാണ്? 2. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് വേണം? കോസ് 60 വേണം. അപ്പൊ കോസ് 60 ഡിഗ്രി വേണം. കോസ് 60 എന്ന് പറയുന്നത് എത്രയാണ്? കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ 60ന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. 60യുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ 4 റേഷ്യോസ് ഉണ്ട്, ട്രിഗ്നോമെട്രി റേഷ്യോസ് ഉണ്ട്. ആ 4 നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ വാല്യൂയിലോട്ട്, ഈ ഒരു ഇക്വേഷനിലോട്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് അത് ഇക്വേഷൻ എഴുതാം. സൈൻ 60 ഡിഗ്രി ഇൻറ്റു കോസ് 30 ഡിഗ്രി പ്ലസ് സൈൻ 30 ഡിഗ്രി ഇൻറ്റു കോസ് 60 ഡിഗ്രി ഇസിക്കൽ ടു
സൈൻ 60 ഡിഗ്രി, സൈൻ 60 എത്രയാണ്? √3/2. അത് എഴുതുക. ഇവിടെ എന്താണ്? ഇൻറ്റു ആണ് അല്ലെ? സൈൻ 60 കോസ് 30 തമ്മിൽ ഇൻറ്റു ചെയ്യുക എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ സൈൻ 60 ഇൻറ്റു കോസ് 30. അപ്പൊ ഇവിടെ ഇൻറ്റു ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇൻറ്റു ഇടാം. പിന്നെ എന്താണ്? കോസ് 30. കോസ് 30യുടെ വാല്യൂ എത്ര? √3/2. പിന്നെന്താണ്? പ്ലസ് ഉണ്ട്, അത് കൊടുക്കാം. അടുത്ത എന്താണ്? സൈൻ 30. സൈൻ 30 എത്രയാണ്? 1/2. പിന്നെന്താണ്? കോസ് 60. കോസ് 16 എത്രയാണ്? 1/2 ഇൻറ്റു 1/2. ഇവർക്കിടയിലും ഇൻറ്റു ആണ് ഉള്ളത്. അപ്പൊ നമുക്കിനി എന്താ? √3 × √3. √3 × √3 എന്ന് വെച്ചാൽ √3 × 3 എന്നാണ്. √3 × √3, √3 × 3, 2 × 2 4. പിന്നെന്താണ്? പ്ലസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 2 × 2 4 ഇസിക്കൽ ടു √3. 3 × 3 എത്ര കിട്ടും? 9 കിട്ടും. അപ്പൊ √9 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഈ 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഈ 4 വിച്ച് ഇംപ്ലൈസ് √9ന്റെ റൂട്ട് എത്രയാണ്? 9ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ? അതായത് 3യുടെ സ്ക്വയർ ആണ് 9. അപ്പൊ 9ന്റെ റൂട്ട് എന്താവും? നേരെ തിരിച്ച് 3 ആവും. ഓക്കെ, അപ്പം 9ന്റെ റൂട്ട് എത്രയാണ്? 3 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1/4. ഇവിടെ നോക്കൂ, ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞു. ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് 3 + 1 4 ഡിവൈഡഡ് ബൈ ഈ 4. ഓക്കെ, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 1 ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ഈ ട്രിഗ്നോമെട്രി റിലേഷന്റെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഈസി അല്ലേ? അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, റേഷ്യോ നോക്കുക, ആംഗിൾ നോക്കുക, 60 30. അപ്പൊ 60 30 90 ഉള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കുക. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 30ന്റെ റേഷ്യോ 1, 60ന്റെ റേഷ്യോ √3, 90യുടെ റേഷ്യോ 2. ആ വാല്യൂസുകൾ അവിടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് എന്താണ്? സൈൻ്റെ റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കുക. കോസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതിന്റെ 30യുടെ അഡ്ജസന്റും ഹൈപ്പോട്ടനസും കണ്ടുപിടിക്കുക. അങ്ങനെ ബാക്കിയുള്ളത് കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 2 tan square 45 ഡിഗ്രി പ്ലസ് കോസ് സ്ക്വയർ 30 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 60 ഡിഗ്രി. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? tan square 45 ഡിഗ്രി കാണണം, അതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. പിന്നെ കോസ് 30 ഡിഗ്രി കണ്ടുപിടിച്ചിട്ട് അതിന്റെ സ്ക്വയർ കാണുക. സൈൻ 60 ഡിഗ്രി കണ്ടുപിടിച്ചിട്ട് അതിന്റെ സ്ക്വയർ കാണുക. ഇവ തമ്മിൽ പ്ലസ് ചെയ്യുക, അത് കഴിഞ്ഞ് ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. ഇത് ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാൽക്കുലേഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് 30 ഡിഗ്രി 60 ഡിഗ്രി പിന്നെ 45 ഡിഗ്രി ഉണ്ട് അല്ലെ? 30 60 ഞാൻ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ കാണിച്ചു തന്നു എങ്ങനെയാണ്. നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കണം. വരച്ചിട്ട് 90 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രി കൊടുക്കുക. എന്താണ്? 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. കാണാതെ നിങ്ങളൊന്ന് പറഞ്ഞാണ്. 30യുടെ എന്താണ്? റേഷ്യോ 1 ആണ്. 60 ഡിഗ്രിയുടെ √3, 90 ഡിഗ്രിയുടേത് 2. അപ്പൊ 30യുടേത് 1 ആണ്. 60യുടെ ഓപ്പോസിറ്റിൽ √3, 90യുടെ ഓപ്പോസിറ്റിൽ 2. ഓക്കെ, അതിന്റെ റേഷ്യോ ആയി. ഇനി അടുത്ത എന്താണ്? നമുക്ക് 30 60ക്ക് ഇത് മതി. ഇനി അടുത്ത 45 ഉണ്ട് അല്ലെ? 45 വരുന്നതാണ് വേറൊരു ട്രയാങ്കിൾ. 45 ഡിഗ്രി ഈസ് ടു 45 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. ഇതാണ് 45 ഡിഗ്രി വന്നാൽ എടുക്കേണ്ട റേഷ്യോസ്, ആംഗിൾ റേഷ്യോസ് ഇതാണ്. 45 ഡിഗ്രിയുടെ റേഷ്യോ 1, അടുത്ത 45യുടെ റേഷ്യോയും 1, 90യുടെ മാത്രം √2. ഓക്കെ, തെറ്റിപ്പോകരുത്. ഇവിടത്തെ 90ക്ക് 2 ആണെങ്കിൽ ഇവിടത്തെ 90ക്ക് √2 ആണ്. ഇവിടെ വന്നിട്ട് 2 ആണ്. 30 60 90ക്ക് 2ഉം 45 45 90ക്ക് √2 ആണ്. ഇതിന്റെ ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് 90, ഇത് വന്നിട്ട് 45, ഇവിടെ വന്നിട്ട് 45. 45ന്റെ റേഷ്യോ 1. അപ്പൊ ഈ 45യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കണ ഈ സൈഡിന്റെ റേഷ്യോ 1. ഈ 45ന്റെ റേഷ്യോ 1 ആണ്. അപ്പൊ ഈ 45ന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിന്റെ റേഷ്യോ 1. 90യുടെ റേഷ്യോ √2. ഇതാണ് 90. 90യുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇവിടുത്തെ റേഷ്യോ √2. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും മനസ്സിലാക്കി വയ്ക്കുക. ഈ രണ്ട് റേഷ്യോയും പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ടാനിന്റെ നോക്കാം.
ടാൻ 45 എടുക്കാം. ടാൻ 45 ഡിഗ്രി. ടാൻ്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ് ടാനിൻ്റെ റേഷ്യോ. ആരുടെ ഓപ്പോസിറ്റ്? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 45 ഡിഗ്രി ഇതാ കിടക്കണം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 1 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 1. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ 45 എടുക്കാം, 1 എന്ന് ഇതെടുക്കാം. അല്ല, ഞാനിപ്പോൾ ഈ 45 ആണ് എടുക്കണം. അതാവുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് 1. അതെടുത്തു. എന്നിട്ട് എന്താണ് അഡ്ജസൻറ്റ് സൈഡ്? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ 45ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? ഈ 1. ഈ 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ 1 ആണ്. ഈ 45 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, അതും 1 ആണ്. അപ്പോൾ 1/1 = 1. അപ്പോൾ ടാൻ 45 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ നോക്കിയാലും 1 ആണ് കൊടുത്തിരിക്കുന്നത്. ടാൻ 45 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്. അതെങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. നെക്സ്റ്റ് നമുക്ക് കോസ് 30 നോക്കാം. കോസ് 30 ഡിഗ്രി = കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ് അല്ലേ? 30യുടെ അഡ്ജസൻറ്റ്, 30 എവിടെ കിടക്കുന്നു? ദാ ഇവിടെ കിടപ്പുണ്ട്. ഇതിന്റെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഈ സൈഡാണ് അഡ്ജസൻറ്റ് സൈഡ്. ഇത് വന്നിട്ട് ഹൈപ്പോട്ടേനസ്. അപ്പൊ ഈ സൈഡാണ് അഡ്ജസൻറ്റ്. അപ്പൊ 30യുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് √3. √3 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് എത്രയാണ്? 2. അപ്പൊ √3/2 ആണ് കോസ് 30 ഡിഗ്രി. ഇനി അടുത്ത സൈൻ 60 ഡിഗ്രി. സൈൻ 60 ഡിഗ്രി = സൈൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ആരുടെ? 60ൻ്റെ ഓപ്പോസിറ്റ്. 60 എവിടെ കിടക്കണം? ഇതാ കിടക്കുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, √3. അപ്പൊ 60ൻ്റെ ഓപ്പോസിറ്റ് √3, പിന്നെ ഹൈപ്പോട്ടേനസ്. ഇതിലെ ഹൈപ്പോട്ടേനസ് 2 ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്ന 3 റേഷ്യോസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഇക്വേഷൻ എന്താണ്? 2 ടാൻ സ്ക്വയർ 45 ഡിഗ്രി. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ടാൻ 45 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാൻ സാധിക്കും. ടാൻ സ്ക്വയർ 45 ഡിഗ്രി എന്ന് എഴുതുന്നതും ടാൻ 45 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നതും സെയിം ആണ്. അപ്പൊ ഞാൻ ടാൻ സ്ക്വയർ 45ന് ടാൻ 45 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി, പ്ലസ് കോസ് സ്ക്വയർ 30. ഇതിനെ നമുക്ക് ഇതുപോലെ എഴുതാം, കോസ് 30 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ. കോസ് സ്ക്വയർ 30 ഡിഗ്രി കോസ് 30 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ എന്ന് ഇങ്ങനെ എഴുതാം, മൈനസ് സൈൻ സ്ക്വയർ 60 ഡിഗ്രി, സൈൻ 60 ഡിഗ്രി ദ ഹോൾ സ്ക്വയർ എന്ന് ഇങ്ങനെ എഴുതാം. ഓക്കെ. = 2 ടാൻ 45. ടാൻ 45 എത്രയാണ്? ടാൻ 45 എന്നാണ് 1 ആണ്. പിന്നെന്താണ്? ദ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ 1ന്റെ സ്ക്വയർ. ഈ ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്. ദാ കിടപ്പുണ്ട്. ടാൻ 45യുടെ വാല്യൂ 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്, അത് എഴുതി. പ്ലസ് കോസ് 30. കോസ് 30 എത്രയാണ്? √3/2. √3/2 കോസ് 30. പിന്നെന്താണ്? ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ 60. സൈൻ 60 എത്രയാണ്? √3/2. പിന്നെന്തുണ്ട്? ഹോൾ സ്ക്വയർ. അപ്പൊ ഹോൾ സ്ക്വയർ = അപ്പൊ ഇനി അടുത്ത് എന്താണ്? 2. ഈ 2 എടുത്ത് നമുക്ക് ഇവിടെ എഴുതാം. ഈ 1ന്റെ സ്ക്വയർ ആണ്. 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 1 × 1 ആണ് 1ന്റെ സ്ക്വയർ. 1 × 1 എത്രയാണ്? 1 തന്നെയാണ്. അപ്പൊ 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. ആ 1 കൊണ്ട് ഈ 2നെ ഇൻറ്റു ചെയ്ത ആൻസർ ഈസ് 2 ആണ്. പിന്നെ എന്താണുള്ളത്? പിന്നെ ഉള്ളത് എന്താണ്? √3/2 ദ ഹോൾ സ്ക്വയറും മൈനസ് √3/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് പ്ലസ് √3/2 ദ ഹോൾ സ്ക്വയർ, ഇത് മൈനസ് √3/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ രണ്ട് ആൻസർ എന്താവും? ക്യാൻസൽ ആവില്ലേ? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത ആൻസർ എന്താവും? 0. അപ്പൊ 2 പ്ലസ് ഇതിന്റെ ആൻസർ 2 പ്ലസ് പിന്നെ ഇത് രണ്ടും മൈനസ് ചെയ്ത ആൻസർ 0. അപ്പൊ 2 + 0 എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ 0 ആഡ് ചെയ്ത ആൻസർ ഈസ് 2. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്? ഇതുപോലെ നിങ്ങൾ വരച്ചിട്ട് ഇതിന്റെ എല്ലാ റേഷ്യോ എടുത്ത് കണ്ടുപിടിച്ച് എഴുതി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന ആംഗിൾസ് ഒക്കെ കാണാപ്പാടം പഠിക്കണമെന്നില്ല. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. √3/2 ആണോ അതോ 1/√2 ആണോ എന്നൊക്കെ ഉള്ള ഡൗട്ടുകൾ വരാം. അപ്പോൾ പ്രോപ്പറായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ച് നിങ്ങൾക്ക് ആംഗിളുകൾ ചെയ്ത് കണ്ടുപിടിച്ച് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.
മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? കോസ് 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ സീക്ക് 30 ഡിഗ്രി പ്ലസ് കൊസീക്ക് 30 ഡിഗ്രി. അതായത് കോസിന്റെ 45 ഡിഗ്രി റേഷ്യോ കാണുക, സീക്ക് 30യുടെ റേഷ്യോ കാണുക, കൊസീക്ക് 30യുടെ റേഷ്യോ കാണുക, ഇത് തമ്മിൽ കൂട്ടുക, എന്നിട്ട് ഇതും ഇതും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 30 ഡിഗ്രി ഉണ്ട് അല്ലെ. അപ്പൊ 30 ഡിഗ്രി വരുമ്പോൾ ഏതൊക്കെയാണ് ആംഗിളുകൾ? 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. 30 ഡിഗ്രിയുടെ ഇത് 1, 60 ഡിഗ്രി √3, 90 ഡിഗ്രിയുടെ വന്നിട്ട് 2. അപ്പൊ ഇതിലെ ട്രയാങ്കിൾ എങ്ങനെ വരും? ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി അല്ലേ. അപ്പം 30 ഡിഗ്രിയുടെ റേഷ്യോ എത്രയാണ്? 1 ആണ് അല്ലെ. 30 ഡിഗ്രിയുടെ 1. അപ്പൊ ഈ 30 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റിലെ റേഷ്യോ 1 ഇട്ട് കൊടുക്കുക. 60 ഡിഗ്രിയുടെ √3, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ √3 ഇട്ട് കൊടുക്കുക. 90 ഡിഗ്രിയുടെ 2, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ 2 ഇട്ട് കൊടുക്കുക. ഇനി എന്താണ്? ഇവിടെ ഒരു 45 ഡിഗ്രി പറയുന്നുണ്ട്. അപ്പം 45 ഡിഗ്രി ഈസ് ടു 45 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൂടെ നമുക്ക് വേണ്ടി വരും. കാരണം നമുക്കിവിടെ 45 ഡിഗ്രി കിടക്കുന്നതുകൊണ്ട് അതിന്റെ റേഷ്യോ കൂടെ പഠിച്ചിരിക്കണം. 45 ഡിഗ്രിയുടെ റേഷ്യോ 1, 45 ഡിഗ്രിയുടെ റേഷ്യോ 1, 90 ഡിഗ്രിയുടെ റേഷ്യോ √2. ഇതിന്റെ ട്രയാങ്കിൾ വരച്ചാലോ? അപ്പം ഇവിടെ 45 ഡിഗ്രി, ഇവിടെയും 45 ഡിഗ്രി. 45 ഡിഗ്രിയുടെ റേഷ്യോ എത്രയാണ്? 1. അപ്പൊ ഈ 45 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റിൽ അതിന്റെ റേഷ്യോ 1 ഇട്ട് കൊടുക്കുക. ഈ 45 ഡിഗ്രിയുടെ റേഷ്യോ 1, അപ്പൊ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ അതിന്റെ റേഷ്യോ ഇട്ട് കൊടുക്കുക. 90 ഡിഗ്രിയുടെ √2, അപ്പൊ ഈ 90 ഡിഗ്രിയുടെ റേഷ്യോ √2. ഓക്കെ. അപ്പൊ ഞാൻ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയുടെ ട്രയാങ്കിൾ വരച്ചു. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രിയുടെ ട്രയാങ്കിൾ വരച്ചു. നമുക്ക് ഇതിന്റെ എല്ലാം വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യത്തത് കോസ് 45 ഡിഗ്രിയാണ് അല്ലേ. കോസിന്റെ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്നാണ്. അഡ്ജസന്റ് സൈഡ് 45 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ്. നിങ്ങൾക്ക് ഈ 45 ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ ഇത് എടുക്കാം. ഞാൻ ഈ 45 ഡിഗ്രി എടുക്കുന്നു. ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 1 ആണ്. അപ്പൊ 45 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് 1 ആണ്. ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് √2 ആണ്. അത് കിട്ടി. ഇനി അടുത്ത സീക്ക് 30 ഡിഗ്രി കാണണം. സീക്ക് 30 ഡിഗ്രി. സീക്ക് എന്ന് പറയുന്നത് കോസിന് നേരെ ഓപ്പോസിറ്റ്. കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇതിനെ നേരെ തലതിരിച്ചിട്ട സീക്കായി. അപ്പൊ 30യുടെ ആണ്. അപ്പൊ 30 ആയതുകൊണ്ട് സീക്ക് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി കിടക്കുന്നത് ഈ ട്രയാങ്കിളിലാണ്. 30 ഡിഗ്രിയുടെ വരുന്ന ഹൈപ്പോട്ടേനസ് ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമുക്ക് അവിടെ 2 എഴുതാം. ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ്. 30 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. അത് √3 ആണ്. ഓക്കെ. ഇനി അടുത്ത എന്താണ്? കൊസീക്ക് 30 ഡിഗ്രി. കൊസീക്ക് 30 ഡിഗ്രി. കൊസീക്ക് എന്ന് പറയുന്നത് സൈനിന്റെ ഓപ്പോസിറ്റ് ആണ്. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ കൊസീക്ക് വന്നിട്ട് ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് കൊസീക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടേനസ് 30യുടെ ഹൈപ്പോട്ടേനസ് 30 കിടക്കുന്ന ഈ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഹൈപ്പോട്ടേനസ് 2 ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? 1 ആണ്. അപ്പൊ 2/1. 2/1 എന്ന് വെച്ചാൽ അതിന് ആൻസർ എത്രയാണ്? 2 ആണ്. ഓക്കെ. അപ്പൊ കോസ് 45 ഡിഗ്രി കണ്ടുപിടിച്ചത് എങ്ങനെയാണ് മനസ്സിലായി. സീക്ക് 30 ഡിഗ്രി കണ്ടുപിടിച്ചു, കൊസീക്ക് 30 ഡിഗ്രി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം എടുത്ത് ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കോസ് 45 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? കോസ് 45 ഡിഗ്രി 1/√2 പിന്നെന്താണ്? ഡിവൈഡഡ് ബൈ സീക്ക് 30 ഡിഗ്രി. സീക്ക് 30 ഡിഗ്രി എത്രയാണ്? 2/√3 പിന്നെന്താണ്? പ്ലസ് അതിട്ടു. കൊസീക്ക് 30 ഡിഗ്രി എത്രയാണ്? 2. ഓക്കെ.
അപ്പോൾ 1/√2 ഡിവൈഡഡ് ബൈ 2/√3 പ്ലസ് 2 ആണ് ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇവർ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഇതൊരു ഫ്രാക്ഷൻ ആണ്, ഇതൊരു നമ്പർ ആണ്. അപ്പോൾ ഒരു ഫ്രാക്ഷനും നമ്പറും തമ്മിൽ പ്ലസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്കത് ചെയ്യാം. മുകളിലുള്ള ഞാൻ അങ്ങനെ എഴുതണം, 1/√2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്റർ ഉണ്ട്, ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു √3, ഈ 2 ഇൻറ്റു ഈ √3 ഡിവൈഡഡ് ബൈ ഈ √3. ഓക്കെ, അപ്പൊ ഇതും തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അത് ചെയ്തു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആവുന്ന √3 ഇസിക്കൽ ടു 1/√3 1/√2 ഈ 1/√2 ഡിവൈഡഡ് ബൈ അടുത്ത ഫ്രാക്ഷൻ. അപ്പൊ ഈ ഫ്രാക്ഷനും തമ്മിൽ ഡിവിഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ആ സൊല്യൂഷൻ എങ്ങനെയാണ്, ദിസ് ഫ്രാക്ഷൻ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ദിസ് ഫ്രാക്ഷൻ. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും. ഇവിടുത്തെ ഡിനോമിനേറ്റർ ആരാണ്, √3, അത് ന്യൂമറേറ്റർ ആയി. ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ആവുന്ന ഇത് വന്നിട്ട് ഡിനോമിനേറ്റർ ആക്കി എഴുതണം. 2 പ്ലസ് 2 ഇൻറ്റു √3 2√3 എന്ന് കിട്ടും. ഓക്കെ, ഇസിക്കൽ ടു √3യും 1 ഇപ്പൊ എന്താണ്, ഇൻറ്റു ആണ്, ഡിവിഷൻ അല്ല ഇൻറ്റു ആണ്. ഈ ഡിവിഷൻ എന്തായി മാറി, ഇൻറ്റു ആയി മാറി. ഇത് വന്നിട്ട് റെസിപ്രോക്കൽ എടുത്തു. ഇനി നമുക്ക് ഇവരെ തമ്മിൽ ന്യൂമറേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യണം, ഡിനോമിനേറ്ററും തമ്മിൽ ഇൻറ്റു ചെയ്യണം. 1 ഇൻറ്റു √3 എന്ന് പറയുന്നത് √3 ഡിവൈഡഡ് ബൈ √2 കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, √2 ഇൻറ്റു 2 പ്ലസ് 2√3 ഇങ്ങനെ എഴുതാം അല്ലേ. ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇത് ഇൻറ്റു എന്ന് ഇടാൻ ഞാൻ ഇത് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട്, ഇത് 2 പ്ലസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യാം. അത് ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്, ഇത് മായ്ക്കാൻ പോവുകയാണ്. ഞാൻ ഇത് എഴുതണം, √3 ഡിവൈഡഡ് ബൈ √2 കൊണ്ട് ആദ്യം ഈ 2നെ ഇൻറ്റു ചെയ്യണം. ഈ √2 കൊണ്ട് 2നെ ഇൻറ്റു ചെയ്യണം. അപ്പൊ 2 ഇൻറ്റു √2. ഓക്കെ, അടുത്ത എന്താണ്, പ്ലസ് ഈ √2 കൊണ്ട് നമ്മൾ ഇതിനെ ഇൻറ്റു ചെയ്യണം. ആദ്യം ഈ √2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഇട്ടിട്ട് ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പൊ √2 ഇൻറ്റു ആര്, ഇത് 2√3. ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. √3 എഴുതി, ഈ √2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം, അത് എഴുതി. പ്ലസ് ഈ √2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം, അത് എഴുതി. ഇനി ഞാൻ ഇസിക്കൽ ടു √3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു √2 2√2 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഒരു റൂട്ട് വാല്യൂ, ഇവിടെ ഒരു റൂട്ട് വാല്യൂ ഉണ്ട്. റൂട്ടും തമ്മിൽ ഇൻറ്റു ചെയ്യാവോ, റൂട്ടും നമ്പറും തമ്മിൽ ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ നമ്പർ അങ്ങനെ എഴുതാനേ പറ്റത്തുള്ളൂ, 2. ഇനി ഈ റൂട്ടും ഇൻറ്റു ചെയ്യണം. നമുക്കറിയാം √a ഇൻറ്റു √b എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ √a ഇൻറ്റു b എന്നാണ്. √aയും √bയും തമ്മിൽ ഇൻറ്റു ചെയ്യണമെങ്കിൽ റൂട്ടിനകത്ത് എയും ബിയും ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ √2 √3 ഇൻറ്റു ചെയ്യണമെങ്കിൽ എന്താണ്, ഇതുപോലെയല്ലേ ഇരിക്കുന്ന √2 √3 എന്ന് വെച്ചാൽ √2 ഇൻറ്റു 3 എന്ന് എഴുതിയാൽ പോലെ. അപ്പൊ √2 ഇൻറ്റു 3 അല്ലെ, ഈ 2 ആണ് ഇത്. ഈ √2 √3യും കൂടെ ഇൻറ്റു ചെയ്യുന്നതാണ് √2 ഇൻറ്റു 3 ഇസിക്കൽ ടു √3 ഡിവൈഡഡ് ബൈ 2√2 പ്ലസ് 2 ഇൻറ്റു √2യും 3യും കൂടെ ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും, 6 കിട്ടും. ഓക്കെ, അപ്പൊ ഇതുവരെ ആയി. ഇനി നമ്മൾ ഏതൊരു നമ്പറിന്റെ ഡിവിഷൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ a/√b മൈനസ് √a എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് വന്നിട്ട് ഇറാഷണൽ നമ്പേഴ്സ് ആണ് അല്ലെ. റൂട്ടിനകത്ത് വന്ന നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ ഇറാഷണൽ നമ്പേഴ്സ് വരാൻ പാടില്ല. അപ്പൊ അത് മാറ്റാനായിട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സെയിം
വാല്യൂ കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക. ഇതിന്റെ സെയിം വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യുക, പക്ഷെ സിമ്പൽ ചേഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റൂട്ട് ബി മൈനസ് റൂട്ട് എ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ഇത് തന്നെ എഴുതുക, റൂട്ട് ബി റൂട്ട് എ, പക്ഷെ അവിടെ എന്തിട്ട് കൊടുക്കണം? പ്ലസ് ഇട്ട് കൊടുക്കണം. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കണം. അതേ ഇതുകൊണ്ട് ഡിനോമിനേറ്ററിനെ ഇൻറ്റു ചെയ്ത ഇതേ വാല്യൂ ഉണ്ട് ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യുക. ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ബി പ്ലസ് റൂട്ട് എ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. ഒരു വാല്യൂ ഡിവൈഡഡ് ബൈ ഇറാഷണൽ നമ്പർ, ഇറാഷണൽ എന്ന് വെച്ചാൽ റൂട്ട് വാല്യൂ ഉള്ള നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ റൂട്ട് മാറ്റണം. റൂട്ട് മാറ്റാനായിട്ട് സെയിം വാല്യൂ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. റൂട്ട് ബി മൈനസ് റൂട്ട് എ ആണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം, പക്ഷെ ഈ സിമ്പൽ മാറ്റണം. മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആക്കണം. ഇനി ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ആണ് ഉള്ളതെങ്കിൽ ഇവിടെ എന്താക്കണം? മൈനസ് ആക്കണം. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇവിടെ അതേ ഫോർമാറ്റിലാണ് ഇരിക്കണം അല്ലേ? റൂട്ട് ബി പ്ലസ് റൂട്ട് എ ഫോർമാറ്റിൽ ഇരിക്കണം. 2√2 അപ്പൊ ഇതിനെ മാറ്റാൻ ഇതിന്റെ മൈനസ് കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഇൻറ്റു ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ മൈനസ് ഉണ്ട്, അപ്പൊ 2√2 ഈ പ്ലസ് എന്താക്കണം? മൈനസ് ആക്കണം. 2√6 എന്നിട്ട് എന്താണ്? ഇവിടെ മാത്രം ഇൻറ്റു ചെയ്താൽ മതിയോ? മുകളിലും ഇൻറ്റു ചെയ്യണം. ഇതേ വാല്യൂ കൊണ്ട് മുകളിൽ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യും. അപ്പൊ ഇവിടുത്തെ ന്യൂമറേറ്ററിനെയും നമ്മൾ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 2√2 മൈനസ് 2√6. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് 2√2 മൈനസ് 2√6 കൊണ്ട് മുകളിലും താഴെ ഇൻറ്റു ചെയ്തതെന്ന് മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇത് ബാലൻസ് ചെയ്യാം. ഈ √3 കൊണ്ട് 2√2നെ ഇൻറ്റു ചെയ്യണം അല്ലേ? ഇതിന്റെ മീനിങ് എന്താണ്? ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക. √3 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുക. അപ്പൊ √3 ഇൻറ്റു ഇത് 2√2. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ √3 കൊണ്ട് ഈ മൈനസ് 2√6നെ ഇൻറ്റു ചെയ്യുക. ഇതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്യുക. അപ്പൊ മൈനസ് ഈ മൈനസ് ആണ് ഇത്. ഇനി √3 ഇൻറ്റു ഇത് 2√6 ഡിവൈഡഡ് ബൈ, ക്ലിയർ ആയല്ലോ? ഈ √3 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്തതാണ് ഇത്. ഈ √3 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്തതാണ് ഇത്. ഇനി ഇത് നോക്കൂ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റിലാണ് ഇരിക്കണം അല്ലെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം. അതിന്റെ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ആൻസർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ആൻസർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം ഇതും ഇതേ ഫോർമാറ്റിലാണ് ഇത് രണ്ടും ഇരിക്കുന്നത്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസിക്കൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് രണ്ടും ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ എന്താക്കി മാറ്റണം? ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആക്കുന്നത് പോലെ ഇതിനെയും അതുപോലെ ആക്കി മാറ്റണം. അപ്പം എയുടെ സ്ഥാനത്ത് ആരാണ്? ഇതാണല്ലേ, 2√3 ആണ്. 2√2 ആണ് എയുടെ സ്ഥാനത്ത്. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2√2 ഹോൾ സ്ക്വയർ. പിന്നെന്താണ്ട്? മൈനസ് ഇടുക. പിന്നെ ബി എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? എ ഇത്, ബി ഇതുമാണ്. ബിയുടെ സ്ക്വയർ, ബി സ്ക്വയർ. അപ്പൊ ബിയുടെ സ്ക്വയർ 2√6ന്റെ സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ ഇത് ഇങ്ങോട്ട് എഴുതാൻ പോവുകയാണ്. ഇവിടെ എന്താണ്? റൂട്ട് വാല്യൂകൾ തമ്മിൽ ഇൻറ്റു ചെയ്യാവൂ, നമ്പറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യാവില്ല. അപ്പൊ 2 അതുപോലെ തന്നെ എടുത്ത് എഴുതുക. 2 എഴുതി. √3 √2 ഇൻറ്റു, അപ്പൊ √3 ഇൻറ്റു √2 എന്ന് വെച്ചാൽ 3 ഇൻറ്റു √3 ഇൻറ്റു 2 അല്ലെ? √a ഇൻറ്റു √b എന്ന് വെച്ചാൽ എന്താണ്? √a ഇൻറ്റു b എന്നാണ്. അപ്പൊ √3 ഇൻറ്റു √2 എന്ന് വെച്ചാൽ √3 ഇൻറ്റു 2 എന്ന് എഴുതണം. 3 ഇൻറ്റു 2. പിന്നെ ഈ 2 ആണ് ഇത്. മൈനസ് ഇവിടെയും ഈ 2 എഴുതുക. √3 ഇൻറ്റു 6 എഴുതുക. √3 ഇൻറ്റു 6 അല്ലെ? √3 ഇൻറ്റു √6 എന്ന് വെച്ചാൽ √3 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ ഇത് എ ബി ഇത് ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എയുടെയും സ്ക്വയർ കാണണം, ബിയുടെയും സ്ക്വയർ കാണണം അല്ലെ? അപ്പൊ 2√2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 2ന്റെയും സ്ക്വയർ കാണണം, √2ന്റെയും സ്ക്വയർ കാണണം. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു √2ന്റെ സ്ക്വയർ മൈനസ് ഇതും എന്താണ്? എ ബി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. അതുപോലെ 2√6 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ
2ന്റെ സ്ക്വയർ കാണണം, √6ന്റെ സ്ക്വയർ കാണണം. അപ്പൊ നമുക്ക് 2ന്റെ സ്ക്വയർ ഇൻറ്റു ഈ √6ന്റെ സ്ക്വയർ. ഇത് ഇത്രയും ക്ലിയർ ആയല്ല? അപ്പം ഇവിടെ എന്താവും? 2 √3 × 2 എന്താവും? √6 ആവും. മൈനസ് 2 3 × 6 എന്താ? √18 ആവും അല്ലെ? 18 ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ 4 √2ന്റെ സ്ക്വയർ. √2ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ √2 × √2 എന്നാണ്. ഇസിക്കൽ ടു √2 × 2 ഇസിക്കൽ ടു √4. 2 × 2 4. 4ന്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. അപ്പൊ അതുപോലെ √2ന്റെ സ്ക്വയർ എത്രയാണ്? 2 ആണ്. അതുപോലെ മൈനസ് 2ന്റെ സ്ക്വയർ 4 √6ന്റെ സ്ക്വയർ ഇതുപോലെ റൂട്ട് ഇവിടെ 2ന് പകരം എന്താണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ √2ന്റെ സ്ക്വയർ എന്തായി മാറി? 2 ആയി മാറി. അതുപോലെ √6ന്റെ സ്ക്വയറും എന്തായി മാറും? 6 ആയിട്ട് മാറും. അപ്പൊ √6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഈ റൂട്ടും ഈ സ്ക്വയറും കട്ടാവും, 6 ആയിരിക്കും കിട്ടുന്നത്. ആൻസർ 6. ഇനി എന്ത് ചെയ്യാം? ഇത് തമ്മിൽ നമുക്ക് ഇൻറ്റു ചെയ്യാം. ഇവിടെ നമുക്ക് 2√6 മൈനസ് 2 × √80. 80ന് നമുക്ക് റൂട്ട് ഇല്ല, പക്ഷെ 80ന് രണ്ട് നമ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു റൂട്ടുള്ള നമ്പറും ഒരു റൂട്ട് ഇല്ലാത്ത നമ്പറും. 80ന് നമുക്ക് എങ്ങനെ എഴുതാം? 9 × 2 എന്ന് എഴുതാം അല്ലെ? 9 × 2 എത്രയാണ്? 18 ആണ്. അപ്പൊ ഈ 9 വന്നിട്ട് റൂട്ട് ഉണ്ട്, 2ന് റൂട്ട് ഇല്ല. അപ്പൊ അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 × 2 എത്രയാണ്? 8 മൈനസ് 4 × 6 24. ഓക്കെ, അപ്പൊ 2√6 മൈനസ് 2 √a × b എന്ന് വെച്ചാൽ എന്താണ്? √a × √b എന്നാണ്. ഡിവൈഡഡ് ബൈ 8. 24ൽ നിന്ന് 8 പോയാൽ എത്രയാണ് ആൻസർ? -16 ആണ് ആൻസർ അല്ലെ? മൈനസ് വരാൻ കാരണം 24 ആണ് മൈനസ് നമ്പർ. വലുത് ഏതാണ്? 24 ആണ്. -24 ആണ് വലുത്. അപ്പൊ 8 24ൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് ഇതിന്റെ ബാലൻസ് ആണ് 60. അപ്പൊ സോ മൈനസ് നമ്പർ ഈസ് ബാലൻസ്ഡ് ഈസ് ഈക്വൽ ടു 2√6 മൈനസ് 2 × √9. √9ന്റെ ആൻസർ എത്രയാണ്? 3 ആണ് അല്ലെ? 9ന്റെ റൂട്ട് എത്രയാണ്? 3 ആണ് അല്ലെ? 3 ആണ് 9ന്റെ റൂട്ട് ഇൻറ്റു പിന്നെ ഈ √2 ഡിവൈഡഡ് ബൈ -60 is equal to 2√6 minus 2 × 3 6 √2 divided by -60. ഇത് ഇത്രയും ക്ലിയർ ആയല്ല? ഇതിന്റെ ബാക്കി ചെയ്യാം. ഇവിടെ രണ്ടിടത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്? ഇവിടെ 2ന്റെ ടേബിൾ ഉണ്ട് അല്ലെ? ഇവിടെ 2ന്റെ ടേബിൾ ഉണ്ട്, ഇവിടെയും 2ന്റെ ടേബിൾ ഉണ്ട്. ഇവിടെ 2ന്റെ ടേബിൾ 1 ടൈംസ് ആണ്, ഇവിടെ 2ന്റെ ടേബിൾ 3 ടൈംസ്. 3 × 2 ആണ് 6. അപ്പൊ ഇവിടെ രണ്ടിടത്ത് കോമൺ ആയിട്ട് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് 2നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം, പുറത്തെടുക്കാം. ഞാൻ 2നെ പുറത്തെടുത്താൽ പിന്നെ അകത്താരേ ഉള്ളൂ? ഈ 2 പുറത്തുപോയി അകത്താരേ ഉള്ളൂ? √6 മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ? ഇവിടെ നിന്ന് 2 പുറത്തു പോയാൽ ഇനി ആരേ ഉള്ളൂ? √6 മൈനസ് ഇതിൽ നിന്ന് 2 പുറത്തു പോയാൽ 2ന്റെ ടേബിൾ എത്ര വട്ടമാണ് ഇവിടെ? 3 ടൈംസ് അല്ലെ? 3 × 2 അല്ലെ 6. അപ്പൊ ഇവിടെ 3. പിന്നെന്തുണ്ട്? √2. ഒന്നുകൂടെ പറയാം. ഈ 2 കൊണ്ട് ഈ √6നെ ഇൻറ്റു ചെയ്താൽ 2√6 എന്ന് കിട്ടും. ഈ 2 കൊണ്ട് ഈ 3യെ ഇൻറ്റു ചെയ്താൽ 6 കിട്ടും. 6√2 എന്ന് പറഞ്ഞ് തിരിച്ച് കിട്ടും. അപ്പൊ തിരിച്ച് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തിരിച്ച് ഈ ആൻസർ തന്നെ കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ പുറത്തെടുക്കുക. ഈ 2നെ നമ്മൾ വെളിയിലെടുക്കുമ്പോൾ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതുപോലെ തന്നെ തിരിച്ച് കിട്ടണം. അപ്പൊ ഞാൻ 2നെ പുറത്തെടുത്തു. ഇവിടെ നിന്ന് 2 പോയാൽ √6, ഇവിടെ നിന്നും 2 പോയാൽ 3, കാരണം 3 ടൈംസ് ആണ് 2. അപ്പൊ ഇവിടെ നിന്ന് 2 വെളിയിൽ പോകുമ്പോൾ ആൻസർ 3 ഡിവൈഡഡ് ബൈ -60. ഇവിടെ ന്യൂമറേറ്റർ എത്ര ഉണ്ട്? 2. ഡിനോമിനേറ്റർ 16 ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വെട്ടിക്കളയാൻ പറ്റും അല്ലെ? 2ന്റെ ടേബിളിൽ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2ന്റെ ടേബിൾ ഇവിടെ 1 ടൈംസ്, ഇവിടെ 2ന്റെ ടേബിൾ 8 ടൈംസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താവും? ഇപ്പൊ 1 × ഇതെന്ന് പറയുന്നത് അത് തന്നെ. അപ്പൊ √6 മൈനസ് 3√2 എന്ന് കിട്ടും. കാരണം ഇവിടെ ഉള്ള 2 വെട്ടിപ്പോയി. ഇനി ഇവിടെ ആരേ ഉള്ളൂ? -6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8 കിട്ടി. അപ്പം ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ഡിനോമിനേറ്റർ നമ്മൾ ഒരിക്കലും മൈനസ് വരാൻ പറ്റില്ല. ഇപ്പൊ എ ബൈ മൈനസ് ബി എന്ന് പറഞ്ഞ് ഡിനോമിനേറ്റർ ഒരു മൈനസ് വാല്യൂ ആവാൻ പാടില്ല. അതിന് എന്ത് ചെയ്യണം? നമ്മൾ അതിന് രണ്ടുപേരെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്ത് ഈ നെഗറ്റീവിനെ നമ്മൾ കളയണം. ഡിനോമിനേറ്ററിന്റെ നെഗറ്റീവിനെ കളയണം. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ മൈനസ് ആണ്. അപ്പൊ ഇത് കളയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം? നെഗറ്റീവ് ഓഫ് √6 മൈനസ് 3√2 ഡിവൈഡഡ് ബൈ -8. ഓക്കെ, ഈ മൈനസ് കളയാനായിട്ട് നമ്മൾ നെഗറ്റീവ് കൊണ്ട് മൈനസ് കൊണ്ട് രണ്ടുപേരെ ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? മൈനസ് ഇൻറ്റു √6 മൈനസ് √6 എന്ന് കിട്ടും. മൈനസ് ഇൻറ്റു മൈനസ് 3√2 എന്താവും? മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. പ്ലസ് 3√2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. പ്ലസ് 8. ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. പിന്നെ ആരേ ഉള്ളൂ? 8. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് -a പ്ലസ് ബി എന്നാണ് ആൻസർ എങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ച് എഴുതാം. b -a എന്ന് തിരിച്ചെഴുതാം അല്ലേ? ഈ b യെ ഫ്രണ്ടിലാക്കിയിട്ട് ഈ മൈനസിനെ ഇവിടെ ആക്കി എഴുതാം. അപ്പൊ അതേ ഫോർമാറ്റിൽ ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? 3√2 ഈ മൈനസ് ഇപ്പുറത്ത് കൊണ്ടുവരാം. -√6 ഇന്റർചേഞ്ച് ചെയ്യുക. ഇതിനെ ഇപ്പുറത്ത് നോക്കി ഇതിനെ ഇപ്പുറത്ത് നോക്കി ഇന്റർചേഞ്ച് ചെയ്ത് 8 താഴെ എടുത്ത് എഴുതുക. അപ്പം ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ. ഇതിന്റെ സൊല്യൂഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 3√2 മൈനസ് √6 ഡിവൈഡഡ് ബൈ 8. കുറച്ച് ലെങ്തി ആണ്, കാരണം സിംപ്ലിഫിക്കേഷനിലുള്ള കുറച്ച് ലെങ്തിനെസ് ഉണ്ട്. ആ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ റൂട്ടൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പം ഈ പ്രോബ്ലം എങ്ങനെയാണ് സൊല്യൂഷൻ കാണുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.